അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹായ് എവരിവൺ, എന്താ എല്ലാവരുടെയും വിശേഷം? സുഖം തന്നെയല്ലേ? ഇന്ന് നമ്മൾ 21ാമത്തെ പാഠത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഞാനൊരു ഡോക്ടറെ കാണലാണ് നല്ലത്, ഒരു ഡോക്ടറെ കാണലാവും നല്ലത് എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരാറുണ്ടല്ലോ. അതിനുള്ള സെൻറ്റൻസ് എന്താണ്, എങ്ങനെയാണ് അതിനെ പറയുക എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അത് പറയേണ്ടത് ഫസ്റ്റ് സബ്ജക്റ്റ്, ദെൻ മധ്യത്തിൽ ഹാഡ് ബെറ്റർ എന്ന് കൊടുക്കുക, അതിനുശേഷം മൂന്നാമത് വെർബ് കൊടുത്താൽ നമുക്ക് ഈ ഒരു ആശയം പ്രതിഫലിപ്പിക്കാൻ കഴിയും. ഞാനൊരു ഡോക്ടറെ കാണലാണ് നല്ലത്. ഫസ്റ്റ് സബ്ജക്റ്റ് ഐ കൊടുത്തു, രണ്ടാമത് ഹാഡ് ബെറ്റർ എന്ന് മധ്യത്തിൽ കൊടുത്തു, മൂന്നാമത് വെർബ് കൊടുക്കുക. ഐ ഹാഡ് ബെറ്റർ സീ എ ഡോക്ടർ, ഞാനൊരു ഡോക്ടറെ കാണുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഐ ഹാഡ് ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ, ഞാനൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഒരു ഉപദേശമോ അല്ലെങ്കിൽ ഒരു നിർദ്ദേശമോ അപ്രകാരം തന്നെ ഒരു വാണിങ്ങോ ഒക്കെ കൊടുക്കാൻ ഈ തരത്തിലുള്ള സെൻറ്റൻസ്, ഈ സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ടാണ്, ഈ ഒരു വാക്യഘടന ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പറയേണ്ടത്. ഏതാനും ഉദാഹരണങ്ങൾ നോക്കാം. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് ബെറ്റർ പ്ലസ് വെർബ്. ഷീ ഹാഡ് ബെറ്റർ ഗോ ഹോം, അവൾ വീട്ടിൽ പോകലാണ് നല്ലത്. ഫസ്റ്റ് സബ്ജക്റ്റ് ഷീ കൊടുത്തു, ദെൻ ഹാഡ് ബെറ്റർ വെച്ചു, അതിനുശേഷം വെർബ് വെച്ചു. ആവശ്യാനുസരണം നമ്മളൊരു വീട്ടിലേക്ക് പോകുക എന്നുള്ളതിന് ഇവിടെ ഹോം എന്നതാണ് വെച്ചത് എന്നതുകൊണ്ട് ഗോക്ക് ശേഷം മറ്റു ടു ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഷീ ഹാഡ് ബെറ്റർ ഗോ ഹോം, അവൾ വീട്ടിലേക്ക് പോകലാണ് അവൾക്ക് നല്ലത്. ഷീ ഹാഡ് ബെറ്റർ ടെൽ ട്രൂത്ത്, അവൾ സത്യം പറയലാണ് അവൾക്ക് നല്ലത് എന്ന് ഇങ്ങനെ നമുക്ക് വാചകങ്ങൾ പറയാവുന്നതാണ്. അപ്രകാരം തന്നെ മറ്റൊരു ഉദാഹരണം നമ്മൾ എഴുതിയിട്ടുള്ളത് മൈ ബ്രദർ ഹാഡ് ബെറ്റർ ടീച്ച് ദം, എൻ്റെ സഹോദരൻ അവരെ പഠിപ്പിക്കുന്നതാണ് നല്ലത്. അപ്പോൾ എൻ്റെ സഹോദരന് നല്ലത് അവരെ പഠിപ്പിക്കലാണ് എന്നതൊരു നിർദ്ദേശമായി, ഒരു റെക്കമെൻഡേഷനായി ഒക്കെ പറയാം. അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യമായ വാണിംഗ് രൂപത്തിലും ഇത് പറയാവുന്നതാണ്. ഈ ഒരു ആശയം സാഹചര്യത്തിനനുസരിച്ച് ഇതിന് ആശയം കിട്ടുന്നതാണ്. ദേ ഹാഡ് ബെറ്റർ സിങ് ദാറ്റ് സോങ്, അവർ ആ പാട്ട് പാടലാണ് നല്ലത്, അവർക്ക് നല്ലത് ആ പാട്ട് പാടലാണ് എങ്കിൽ അവരോട് അവരെ സംബന്ധിച്ച് നമുക്ക് പറയാം ദേ ഹാഡ് ബെറ്റർ സിങ് ദാറ്റ് സോങ്, അവർക്ക് ആ പാട്ട് പാടലാണ് നല്ലത്. മറ്റൊരു ഉദാഹരണം, ഐ ഹാഡ് ബെറ്റർ സീ എ ഡോക്ടർ, ഞാൻ ഡോക്ടറെ കാണലാണ് നല്ലത്. യു ഹാഡ് ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ, നീ ഒരു ഡോക്ടറെ കാണലാണ് നല്ലത്. നീ ഇങ്ങനെ രോഗം പിടിച്ച് ഡോക്ടറെയൊന്നും കാണാതെ നിൽക്കുന്നത് ഉത്തമമല്ല എന്നുള്ളൊരു ഉപദേശം കൊടുക്കാൻ നാം പറയേണ്ട വാചകം ഇങ്ങനെയാണ്, യു ഹാഡ് ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ, നീ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതാണ് നിനക്ക് നല്ലത് എന്നുള്ള ഉപദേശം കൊടുക്കേണ്ടി വരുമ്പോൾ നമുക്കിങ്ങനെ പറയാവുന്നതാണ്. അതുപോലെ തന്നെ ഹി ഹാഡ് ബെറ്റർ റൈറ്റ് ദിസ്, അവന് നല്ലത് ഇത് എഴുതലാണ് അവന് നല്ലത്. ഹി ഹാഡ് ബെറ്റർ ഡു ഹിസ് ഹോംവർക്ക്, അവൻ്റെ ഹോംവർക്ക് ചെയ്യലാണ് നല്ലത്. യു ഹാഡ് ബെറ്റർ ഡു യുവർ ഹോംവർക്ക്, നിങ്ങൾക്ക് നല്ലത് നിങ്ങളുടെ ഹോംവർക്ക് ചെയ്യലാണ്. ഒരു താക്കീത് പോലെ, വാണിംഗ് പോലെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ സെൻറ്റൻസ് ഉപയോഗിച്ച് പറയാവുന്നതാണ്. അടുത്തത് മറ്റൊരു ഉദാഹരണം എഴുതിയിട്ടുള്ളത് ഏത് പേരും നമുക്കിവിടെ ഉപയോഗിക്കാം. അപ്പോൾ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് പേരുകൾ ഉപയോഗിക്കാം. അപ്പോൾ സന ഹാഡ് ബെറ്റർ സ്റ്റഡി ദാറ്റ്, സനക്ക് അത് പഠിക്കലാണ് നല്ലത്. അർഷിത ഹാഡ് ബെറ്റർ കൺസിഡർ ദിസ്, അർഷിതക്ക് ഇത് പരിഗണിക്കലാണ് നല്ലത്, ഇതിനെ പരിഗണിച്ചുകൊണ്ട് തീരുമാനം എടുക്കലാണ് നല്ലത് എന്നൊക്കെ നമുക്കിങ്ങനെ പറയാം. അർഷിത ഹാഡ് ബെറ്റർ കൺസിഡർ ദിസ്, അർഷിത ഇത് പരിഗണിക്കലാണ് നല്ലത്. സ്വാലിഹ് ഹാഡ് ബെറ്റർ കം ടു ക്ലാസ്, സ്വാലിഹിന് ക്ലാസ്സിലേക്ക് വരലാണ് നല്ലത്. ഈ രൂപത്തിൽ ഏത് പേരാണെങ്കിലും, പേര് ഏകദേശം ഇവിടെ 2-3 പേര് കാണിച്ചു, അത് വെറും ഉദാഹരണം മാത്രമാണ്, നമുക്ക് ഏത് പേരും അവിടെ വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ മറ്റു സബ്ജക്റ്റ് ആകാൻ പറ്റുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നമുക്ക് ആദ്യത്തിൽ വെച്ച് കൊടുക്കാം. സ്ഥാനപ്പേരുകളാവട്ടെ മറ്റുള്ളവയാവട്ടെ. അതിൻ്റെ ഒരു ഉദാഹരണം എന്നുള്ള രൂപത്തിലാണ് മൈ ബ്രദർ എന്നുള്ള വെച്ച് യുവർ ബ്രദർ എന്ന് ആക്കാം. യുവർ ബ്രദർ ഹാഡ് ബെറ്റർ ഗോ ദർ, നിൻ്റെ സഹോദരൻ അവിടെ പോവലാണ് നല്ലത്, നിനക്കിത് മനസ്സിലാക്കലാണ് നല്ലത്. യു ഹാഡ് ബെറ്റർ അണ്ടർസ്റ്റാൻഡ് ദിസ്, നിനക്കിത് മനസ്സിലാക്കലാണ് നല്ലത്. അപ്പോൾ ഒരു കാര്യം ചെയ്യലാണ് നല്ലത് എന്ന് പറയേണ്ടത് എങ്ങനെയാണ് എന്നാണ് ഇന്നത്തെ ഈ പാഠത്തിലൂടെ നമ്മൾ പഠിച്ചത്. ഫസ്റ്റ് സബ്ജക്റ്റ്, ദെൻ ഹാഡ് ബെറ്റർ, ദെൻ വെർബ് 3, വെർബിൻ്റെ ബേസ് ഫോം. അതാണ് നമ്മളിവിടെ ആവശ്യമായിട്ട് നമുക്കുള്ളത്, വെർബിൻ്റെ ബേസ് ഫോം. വെർബ് 3 അല്ല, വെർബിൻ്റെ ബേസ് ഫോം. അതാണ് നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇതുവരേക്കുമുള്ള എല്ലാ പാഠങ്ങളിലും വെർബിൻ്റെ അടിസ്ഥാന രൂപമായിട്ടുള്ള
ആ രൂപം മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. മറ്റുള്ള പാഠങ്ങളൊക്കെ ഇനി വരുമ്പോൾ അതിൻ്റെ മറ്റുള്ള രൂപങ്ങളൊക്കെ വരും. അപ്പോൾ വെർബിൻ്റെ ബേസ് ഫോമാണ്, അത് പ്രത്യേകം നോട്ട് ചെയ്യുക. ഫസ്റ്റ് സബ്ജക്റ്റ്, ദെൻ ഹാഡ് ബെറ്റർ, ദെൻ വെർബിൻ്റെ ബേസിക് ഫോം ഓഫ് എ വെർബ്. അത്രയുമാണ് നമുക്ക് ഈ ആശയം പ്രതിഫലിപ്പിക്കാൻ നാം ഉപയോഗിക്കേണ്ടത്.